Hello dear students, +2 board exam നല്ല അടിപൊളിയായി തകർത്ത എക്സാം എഴുതി. ഇനി നമുക്ക് അടുത്തത് എന്താണ്? അടുത്തത് പല കുട്ടികളുടെയും ഓപ്ഷനാണ് നീറ്റ് ക്വാളിഫൈ ചെയ്യുക എന്നുള്ളത് അല്ലേ. കേരളത്തിൽ ഏതെങ്കിലും ഒരു അല്ലെങ്കിൽ ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു മെഡിക്കൽ കോളേജിൽ ഗവൺമെന്റ് സീറ്റിൽ MBBS പഠിക്കുക എന്നുള്ള ഒരു സ്വപ്നം കാണുന്ന വിദ്യാർത്ഥികൾ ഒരുപാട് പേരുണ്ടാവും. അപ്പൊ ആ ഒരു എന്താ പറയുക ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ ഇനി നമ്മുടെ കയ്യിൽ നീറ്റ് എക്സാമിലേക്ക് എത്ര ദിവസം ബാക്കിയിരിക്കുന്നുണ്ട്? ഏകദേശം 36ഓളം ദിവസം നമുക്ക് ബാക്കിയുണ്ട്. ഈ 36 ദിവസത്തെ ഒരു പ്രോപ്പർ പ്ലാനിങ്ങിൽ നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ഒരു എന്താ പറയുക ലോട്ടറി അടിക്കുന്നതിന് തുല്യമായിട്ടുള്ള ഒരു സീറ്റ് നിങ്ങൾക്ക് അവിടെ ലഭിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ആ ഒരു 36 ദിവസത്തെ ആ ഒരു പ്ലാനിങ് എങ്ങനെയായിരിക്കണം? അത് വൃത്തിയായി പ്ലാൻ ചെയ്യണം. കാരണം 96 ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് മൊത്തത്തിൽ നമ്മുടെ നീറ്റിലേക്ക് വേണ്ട ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഉള്ളത്. അപ്പൊ ആ ഒരു 96 ചാപ്റ്റേഴ്സിനെ നമ്മൾ പ്രോപ്പർ ആയിട്ട് എങ്ങനെ പ്ലാൻ ചെയ്യും? അതിൽ നമുക്ക് കിട്ടുന്ന ദിവസം 36ഓളം ദിവസം അല്ലെ. 30 ദിവസം കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? കംപ്ലീറ്റ് ടോപ്പിക്സ് എന്ത് ചെയ്യുക? കവർ ചെയ്യുക. ബാക്കി കിട്ടുന്ന 6 ദിവസം നിങ്ങൾ കൃത്യമായി നീറ്റ് മോഡൽ എക്സാംസ് എഴുതാനും വേണ്ടി നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു ചാൻസ് ഉണ്ട് നീറ്റ് ക്രാക്ക് ചെയ്യാൻ. അപ്പൊ മക്കളെ, വലിയ ടഫ് ആയിട്ടുള്ള ലെവലിലേക്കുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും നീറ്റ് ചോദിക്കാറില്ല. കഴിഞ്ഞ വർഷം അതിന് മുമ്പത്തെ വർഷം ഒക്കെ ചോദിച്ച ക്വസ്റ്റ്യൻ പേപ്പർ നമ്മളൊന്ന് അനലൈസ് ചെയ്യുകയാണെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുക. ബേസിക് ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് മാത്രം ചോദിക്കുക. അപ്പൊ ഒരുപാട് ഡെപ്തിലേക്ക് ഇറങ്ങി പഠിക്കേണ്ട ആവശ്യമൊന്നും സത്യം പറഞ്ഞാൽ ഇല്ല. അത്യാവശ്യം ഒരു നോളജ് ഉള്ള കുട്ടിക്ക് വരെ നല്ല മാർക്കിലേക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പക്ഷേ NCERT വൃത്തിയായിട്ട് നല്ല അടിപൊളിയായിട്ട് നോളജ് വേണം. സർഫസ് ലെവൽ നോളജ് എങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് നല്ല മാർക്കിലേക്ക് സ്കോർ ചെയ്യാൻ പറ്റും. മക്കളെ, നമുക്ക് ഏകദേശം ബയോളജി, അതുപോലെ ഫിസിക്സ്, കെമിസ്ട്രി ഈ 3 സബ്ജക്ട്സ് എടുക്കുകയാണെങ്കിൽ ഫിസിക്സ് ആണെങ്കിൽ 50 ക്വസ്റ്റ്യൻസ് ആണ് ഫിസിക്സിൽ നിന്നുണ്ടാവും അല്ലെ. അതിൽ 45 എണ്ണം എഴുതിയാൽ മതി. അതുപോലെ കെമിസ്ട്രിയും 50 ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. അതിലും 45 എണ്ണം എഴുതിയാൽ മതി ഫുൾ മാർക്ക് കിട്ടാൻ തന്നെ. അതുപോലെ ബയോളജിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ 100 ക്വസ്റ്റ്യനിൽ 90 ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്താൽ മതി? എഴുതിയാൽ തന്നെ ഫുൾ മാർക്കായി. നമുക്ക് ഫുൾ മാർക്ക് വേണ്ട. നമുക്ക് ഏകദേശം നമുക്ക് ഈ ഒരു എൻട്രൻസ് ക്രാക്ക് ചെയ്യാൻ ഏകദേശം ഏറ്റവും ചുരുങ്ങിയത് ബയോളജി 100 ക്വസ്റ്റ്യനിൽ ഒരു 80 എങ്കിലും എഴുതുക. അത് സ്വാഭാവികമായിട്ടും NCERT അത്യാവശ്യ ലെവലിൽ നോക്കിപ്പോയ കുട്ടിക്ക് ഈസിയായി ക്രാക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ ഫിസിക്സ് 50ൽ ഒരു 30 എങ്കിലും എന്ത് ചെയ്യുക? ക്രാക്ക് ചെയ്യാൻ നോക്കുക. 30 ക്വസ്റ്റ്യൻ എങ്കിലും എന്ത് ചെയ്യാം മക്കളെ? നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി ട്രൈ ചെയ്യാം. അതുപോലെ കെമിസ്ട്രി ഒരു 50ൽ ഒരു 40 ക്വസ്റ്റ്യൻസും നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പാണ് മക്കളെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു MBBS സീറ്റ് നിങ്ങൾക്ക് നല്ല ഗവൺമെന്റ് കോളേജിൽ ഏറ്റവും ടോപ്പ് നല്ല ലെവൽ കോളേജുകളിലേക്ക് അഡ്മിഷൻ കിട്ടും. അതൊരു സംശയമില്ല. അപ്പൊ ഈ രീതിയിലേക്ക് ഒരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്യാം. നിങ്ങൾക്ക് നന്നായി അറിയുന്ന ചാപ്റ്റേഴ്സ് വൃത്തിക്ക് പഠിക്കുക. അറിയാത്ത ചാപ്റ്റേഴ്സ് സർഫസ് ലെവലിലെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക? പഠിച്ചു പോവുക. അതിനെന്ത് വേണം? പ്രോപ്പർ ഷെഡ്യൂൾ വേണം അല്ലെ. ഈ പ്രോപ്പർ ഷെഡ്യൂൾ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി നിങ്ങൾ ഈ കാണുന്ന നമ്പറിലേക്ക് എന്ത് ചെയ്യുക? നിങ്ങൾ ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി. ഒരു പ്രോപ്പർ ഷെഡ്യൂൾ എങ്ങനെ പഠിക്കണം എന്നുള്ള ഷെഡ്യൂൾ നിങ്ങളിലേക്ക് എത്തും. ഓക്കെ, അപ്പൊ ആ ഒരു ഷെഡ്യൂൾ അനുസരിച്ച് കൃത്യമായി പഠിക്കുക. പിന്നെ നിങ്ങൾക്ക് പഠിക്കാൻ നിങ്ങൾ അസിസ്റ്റ് ചെയ്യാൻ ടാർഗറ്റും അവസരവും കൊടുക്കുന്നുണ്ട്. അത് ഓൺലൈൻ ആയിട്ടും ഉണ്ട്, ഓഫ്ലൈൻ ആയിട്ടും ഉണ്ട്. ഹോസ്റ്റലിൽ നിന്നുകൊണ്ട് പഠിക്കാനുള്ള സൗകര്യവും ടാർഗറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യുക? ടാർഗറ്റിന് അസിസ്റ്റ് പഠിക്കാനുള്ള അവസരമുണ്ട്. ഇനി അതല്ല, നിങ്ങൾക്ക് വീട്ടിലിരുന്ന് പഠിക്കാനും എന്ത് ചെയ്യാം? ഈ ഒരു ഷെഡ്യൂൾ അനുസരിച്ച് പഠിക്കാൻ പറ്റും. അപ്പൊ നല്ല രീതിയിൽ പ്രോപ്പർ ആയിട്ട് ഷെഡ്യൂൾ അനുസരിച്ച് തോന്നുമ്പോൾ എന്തെങ്കിലും ചാപ്റ്റർ എടുത്ത് പഠിക്കാന്നുള്ളതല്ലാതെ ഒരു പ്രോപ്പർ ഷെഡ്യൂൾ നിങ്ങൾ പഠിച്ചു പോവുകയാണെങ്കിൽ കൃത്യമായിട്ട് നല്ലൊരു മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. എങ്ങനെയെങ്കിലും ഒരു സീറ്റ് നിങ്ങൾക്ക് ഒപ്പിച്ചെടുക്കാനും പറ്റും. അപ്പൊ നന്നായി പ്രിപ്പയർ ചെയ്യണം. കാരണം ഒരു സ്വപ്ന സാക്ഷാത്കാരം നമുക്ക് പറയാം. കാരണം നമ്മൾ എത്രയോ കാലങ്ങളായി ഇതിന് MBBS സീറ്റ് അല്ലെങ്കിൽ MBBS സ്റ്റെസ്കോപ്പ് ഒക്കെ ഇട്ട് ഇങ്ങനെ നടക്കുന്ന ആ ഒരു കാര്യത്തെ കുറിച്ച് ഇങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ട് നടക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. എനിക്കറിയാവുന്ന കുറെ കുട്ടികളുണ്ട്. അപ്പൊ ആ ഒരു സ്വപ്നം നമുക്ക് എന്താ പറയാ നമ്മളിലേക്ക് വന്നു ചേരാന് കുറഞ്ഞ സമയം നമ്മൾ ജീവിതത്തിലുള്ളൂ. അപ്പൊ അത് നല്ല രീതിയിലേക്ക് നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ വിചാരിച്ച ആ ഒരു നിങ്ങളുടെ അംബിഷൻ നിങ്ങളുടെ നിറവേറ്റാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇനി ഒട്ടും ആ സമയം കളയാനില്ല. എല്ലാവരും എന്ത് ചെയ്യുക? തുനിഞ്ഞിറങ്ങുക. കാരണം എല്ലാവരും ഇതിലേക്ക് വേണ്ടി, ഒരുപാട് കുട്ടികൾ ഇതിലേക്ക് വേണ്ടി ട്രൈ ചെയ്യുന്നവരുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? അവരൊക്കെ ഓവർകം ചെയ്ത് നമുക്ക് ഒറ്റ സീറ്റ് മതി. അല്ലേ മക്കളെ? ഒരുപാട് സീറ്റ് നമുക്ക് വേണ്ട അല്ലെ. ഒറ്റ സീറ്റ് മതി.
അത് കിട്ടാൻ വേണ്ടി ഞാൻ ഈ പറഞ്ഞ പ്ലാൻ അനുസരിച്ച് വൃത്തിയായിട്ട് പോവുക. എല്ലാ ദിവസവും നിങ്ങൾ എക്സാം എഴുതണം. എല്ലാ ദിവസവും ചാപ്റ്റർ പഠിക്കുന്നതിന്റെ എക്സാംസ് കൃത്യമായി എഴുതി അവസാനം ഒരു 4-5 ദിവസം നീറ്റിന്റെ മോഡൽ എക്സാംസും എഴുതിയതിനു ശേഷം മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റൂ, നീറ്റ് എക്സാം എഴുതാൻ പറ്റൂ. അപ്പൊ ആ ഒരു ഫെസിലിറ്റി ടാർഗറ്റ് ഒരുക്കുന്നുണ്ട്. വളരെ ചുരുങ്ങിയ ചെലവിൽ ആ ഫെസിലിറ്റി ടാർഗറ്റ് ഒരുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യുക, അതിലേക്ക് വേഗം ജോയിൻ ചെയ്യാം. ഓക്കെ അല്ലെ? അപ്പൊ നന്നായിട്ട് പഠിക്കും മക്കളെ. എല്ലാവർക്കും നിങ്ങൾ ആഗ്രഹിച്ച ലെവലിലേക്ക് എത്താൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. Target Learning App, Kerala's most trusted learning partner.